നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി നടത്തിയ പ്രസംഗം വിവാദത്തിൽ. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്നുള്ള അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസ്താവനയാണ് വിവാദത്തിലായത്. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ജയിക്കേണ്ടത് അനിവാര്യമാണ്. അത് സംഭവിച്ചില്ലെങ്കിൽ മതേതരത്വം ഇല്ലാതാകും. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് ചെയ്യുന്നതാണ് എന്നതായിരുന്നു അധീറിന്റെ പ്രസ്താവന. അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസംഗ വീഡിയോ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. അധീർ ബംഗാളിൽ BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്ന് തൃണമൂൽ ആരോപിച്ചു. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും തൃണമൂൽ എക്സിൽ പരാമർശിച്ചു. എന്നാൽ വീഡിയോയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പ്രതികരണം. ഏത് സന്ദർഭത്തിലാണ് അധീർ സംസാരിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. 25 വർഷമായി ബഹ്റാംപൂരിൽ നിന്നുള്ള MP-യാണ് അധീർ രഞ്ജൻ ചൌധരി. ഇത്തവണയും അധീർ തന്നെയാണ് ഇവിടെ നിന്നും മത്സരിക്കുന്നത്. അധീറിനെതിരെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനെയാണ് തൃണമൂൽ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇതോടെ മത്സരം കനക്കുകയും ചെയ്തു. ഇതിനിടെയാണ് അധീറിന്റെ പരാമർശം വിവാദമായത്. ഇത് തൃണമൂൽ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം BJP കൊൽക്കത്ത നോർത്ത് സ്ഥാനാർത്ഥി തപസ് റേയുമായി വേദി പങ്കിടുകയും സ്ഥാനാർത്ഥിയെ പുകഴ്ത്തുകയും ചെയ്തതിന് പിന്നാലെ തൃണമൂൽ പശ്ചിമ ബംഗാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷിനെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കി. പാർട്ടിയുടെ നിലപാടിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ പ്രസ്താവന നടത്തിയതിനാണ് പുറത്താക്കൽ. കൊൽക്കത്ത നോർത്തിൽ നിന്ന് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി തപസ് റേയ്ക്കൊപ്പം നേരത്തെ കുനാൽ ഘോഷ് വേദി പങ്കിടുകയും BJP നേതാവിനെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായ നിലപാട് കുനാൽ ഘോഷ് സ്വീകരിച്ചു എന്നാണ് തൃണമൂലിന്റെ നിലപാട്. പാർട്ടിയുടെ വക്താവ് സ്ഥാനത്ത് നിന്നും നേരത്തെ അദ്ദേഹത്തെ നീക്കിയിരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുന്നുവെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് സ്ഥാനം നേരത്തെ കുനാൽ ഒഴിഞ്ഞിരുന്നു. കുനാലിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടി നിലപാടായി കാണരുതെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കുനാൽ ഘോഷ് BJP സ്ഥാനാർത്ഥിക്കൊപ്പം വേദി പങ്കിട്ടതും പ്രശംസിച്ചതും. തനിക്ക് വർഷങ്ങളായി അറിയാവുന്ന നേതാവാണെന്നും നിർഭാഗ്യവശാൽ തങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തന മേഖല വ്യത്യസ്തമാണെന്നും കുനാൽ ഘോഷ് പറഞ്ഞു. അത് മാത്രമല്ല, സ്വതന്ത്രവും നീതിയുക്തവുമായി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് കഴിയണമെന്നും കുനാൽ ഘോഷ് പറഞ്ഞിരുന്നു. ഇതോടെയാണ് പാർട്ടി നടപടി ഉണ്ടായത്. അതേസമയം കോൺഗ്രസിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും BRS നേതാവുമായ K. ചന്ദ്രശേഖർ റാവുവിനെ 48 മണിക്കൂർ നേരത്തേക്ക് പ്രചാരണത്തിൽ നിന്ന് വിലക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബുധനാഴ്ച രാത്രി 8 മുതലാണ് വിലക്കുള്ളത്. കോൺഗ്രസ് നേതാവ് G. നിരഞ്ജൻ നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. റാവുവിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകി. നടപടിക്ക് കാരണമായ പ്രസംഗത്തിനെതിരെ KCRന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കമ്മീഷൻ അറിയിച്ചു. ഏപ്രിൽ 6-നാണ് KCRനെതിരെ തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് G. നിരഞ്ജൻ പരാതി നൽകിയത്. സിർസില്ലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ KCR അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തി എന്നായിരുന്നു പരാതി.